മൂന്നിയൂർ പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മാറി മാറി വരുന്ന ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ഈ പഞ്ചായത്ത് ഇലക്ഷന് UDF കോൺഗ്രസ് ആവും ലീഗാവും മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള ആൾക്കാരും അധികാരത്തിലുണ്ടാവും. അധികാരത്തിലുള്ള സമയത്ത് ജനങ്ങൾക്കായി തിരഞ്ഞെടുത്തവരാണ് പഞ്ചായത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാനും മാറി മാറി വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വൈദ്യുതി ആഘാതത്തിൽ ഒരു ആള് പെട്ടെന്ന് റോഡ് ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ആ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന പേഷ്യന്റിനെ ആസ്പത്രിയിൽ കൊണ്ടുപോകുമ്പോൾ മനസ്സ് സ്നേഹിയായ ജാതിയും മതങ്ങളും നോക്കാതെ മനസ്സ് സ്നേഹികളായ ജനങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിന്റെ പേര് മുതലെടുക്കാനും ജാതിയുടെ പേര് പറഞ്ഞ് മുതലെടുക്കാനും ഉള്ള ഒരു വേദനാജനകമായ കാഴ്ച ജനങ്ങള് തെരഞ്ഞെടുത്ത ആൾക്കാർ പോലും അത് ലീഗായാലും മാർക്സിസ്റ്റ് പാർട്ടിപ്പെട്ട ആൾക്കാരായാലും കോൺഗ്രസ് ആയാലും ഈ വോട്ട് ചെയ്ത ആളുകളെ കാണുമ്പോൾ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോക്കാതെയും അല്ലെങ്കിൽ കാശുള്ളവരെ കാണുമ്പോൾ തന്നെ ഒന്ന് കണ്ട പെരുമാറ്റം പോലും നടിക്കാതെ പോകുമ്പോൾ എത്ര വേദനാജനകമായ കാഴ്ച. റോഡുകൾ മാത്രമല്ല, ശോചനീയമായ അവസ്ഥകൾ പലതുമുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗവൺമെന്റും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നമുക്ക് വേണ്ടി പല ഇളവുകളും ചെയ്യുന്നു. ഇടയിൽ നിന്ന് നാം റേഷൻ ഷാപ്പിൽ തിരഞ്ഞെടുത്ത് അയക്കുന്നു, റേഷൻ ഷാപ്പ് ഗവൺമെന്റിന് അയക്കുന്നു, ഗവൺമെന്റ് നേരെ റേഷൻ ഷാപ്പ് അയക്കുന്നു, ഉപയോക്താക്കളെ വാങ്ങാതെ നിൽക്കുന്നു, അവർ മരിച്ചു നിൽക്കുന്നു. ഒരാളെ പറ്റി പറയല്ല. അപ്പോൾ ശരിക്ക് ഗവൺമെന്റുകൾ ഏത് ഗവൺമെന്റ് വരുമ്പോഴും പോലെ നമുക്ക് തരുന്നുണ്ട്, ഉപയോക്താക്കൾ അത് വാങ്ങുന്നില്ല. നാളികേരത്തിന്റെ കഥ അറിയും വേണ്ട. പക്ഷെ ഇന്ന് നാളികേരവും കേരളത്തിലുണ്ട്. നമ്മൾ മാറി മാറി വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചിടുന്ന പ്രതിനിധികൾ റോഡുകൾ മാത്രമല്ല, റോഡുകൾ നന്നാക്കാൻ എന്നും കാശുണ്ട്, കാശ് കൊടുക്കുന്നുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതിനുകൊണ്ടല്ല, ഓരോ ഏരിയക്ക് അവർ കാശ് മുക്കുന്നു. അത് പാവപ്പെട്ട അണികൾ അറിയാതെ പോകുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള പാവപ്പെട്ട അണികൾ അണികളുടെ മേലെ കുതിര കയറിയാണ്ട് ഏത് സംഘടനയിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും സമുന്നതമായ നേതാക്കന്മാരുണ്ട്. അണികൾ ചെയ്യുന്ന ചില പോക്കൂത്തുകൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും കുറ്റം പറയാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഇത് മാറി നല്ല ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആയിരിക്കട്ടെ. ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാക്കന്മാർ നല്ലതിന് മാത്രം ജനങ്ങൾക്ക് ഒരുമയോടെ അതിനു വേണ്ടിയാണ് നാം ഓരോ പഞ്ചായത്ത് ഇലക്ഷനും പഞ്ചായത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിൽ മാറ്റമുണ്ടാകണം. എനിവേ, വീണ്ടും സന്ധ്യപ്പം വരെ വണക്കം.